ആക്കിയതാണ്. നമുക്കറിയാം, നമ്മളൊരു ഓണം, നമ്മൾ മതങ്ങളുടെ എല്ലാ പരിപാടികളും വിട്ടിട്ട് നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ ഒന്നിച്ച് കൂടിയതാണ്. അപ്പൊ ദൈവം നമ്മളെക്കുറിച്ച്, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചാണ് ദൈവം നമ്മളെ ഒരുക്കുന്നത്. നമുക്കൊരു വാക്യം വായിച്ച് ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ന്റെ 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 22-ന്റെ 12-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. അപ്പൊ ദൈവം വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ദൈവമക്കൾക്കും പ്രതിഫലം കൊടുക്കാനായിട്ട്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമക്കൾക്ക് പ്രതിഫലം കൊടുക്കാനായിട്ട്. ഈ ഭൂമിയിൽ നമ്മൾ ഗ്രന്ഥലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്ന അവനവന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട്. അപ്പൊ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയാണ്. അപ്പം ദൈവത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. നമ്മളോട് കണക്ക് ചോദിക്കും. നമ്മൾ സഭാപ്രസംഗി വായിക്കുന്നു, അവൻ മൂപ്പന്മാരുമായി ന്യായവിസ്താരത്തിലേക്ക് കടന്നു. കണ്ടോ, നമ്മുടെ ദൈവം മൂപ്പന്മാരുമായിട്ട് ന്യായവിസ്താരത്തിലേക്ക് കടന്നു. അപ്പൊ നമുക്ക് ദൈവം തന്നതായിരിക്കുന്ന ആരോഗ്യം, ദൈവം നമുക്ക് തന്ന ബുദ്ധി, ദൈവം നമുക്ക് തന്ന സമ്പത്ത്, ദൈവം നമുക്ക് തന്ന സമയം, ഇതിനെല്ലാം ദൈവം കണക്ക് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. കാരണം എന്താണെന്നറിയോ, ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. നമ്മളോട് ഈ നമ്മുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ടല്ലേ. നമുക്ക് മേലുള്ളതായിരിക്കുന്ന മേലധികാരികളോട് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വാ മുട്ടി പോകാറുണ്ട്, പറയാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചതായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുമ്പോൾ, നമുക്ക് തന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം അല്ലെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. അപ്പൊ ദൈവം ന്യായാധിപതി ആയതുകൊണ്ട് ദൈവം നമ്മളോട് ചോദിക്കുമ്പം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക്, കർത്താവ് പറഞ്ഞത് അനുസരിച്ചവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുമ്പോൾ നമുക്കും അത് കിട്ടാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം ഒരുങ്ങണമെന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 1. ഉൽപ്പത്തി 15-ന്റെ 1. അതിന്റെ ശേഷം അബ്രഹാം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് ആര്? ദൈവം, അല്ലേ? അപ്പൊ ദൈവം നമുക്ക് പ്രതിഫലം തരും. നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് കൊടുത്താല്, നമ്മുടെ സഭാവിശ്വാസികൾക്ക് കൊടുത്താല് അതിന് ദൈവം പ്രതിഫലം തരും. കാരണം ദൈവം നീതിമാനാണ്, ദൈവം വാക്കുമാറുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രതയോടെ ആയിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ചെലവഴിക്കുന്നത്. ദൈവം നമുക്ക് തന്നതുകൊണ്ട് നാം എന്ത് ചെയ്യരുത്? ദുരുപയോഗം ചെയ്യരുത്. ദൈവം തന്ന സമയത്തെ, ദൈവം തന്ന ജീവിതത്തെ നാം ദുരുപയോഗം ചെയ്യരുത്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിരിക്കും. ഇനി നമുക്ക് വേറൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 50-ന്റെ 1. സങ്കീർത്തനം 50-ന്റെ 1. സങ്കീർത്തനം 50-ന്റെ 1. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. അല്ലെ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ. അപ്പൊ എപ്പോഴും കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുക ഭൂമിയെ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. നമുക്കറിയാം, ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കാലാവസ്ഥ മാറിപ്പോയി. അല്ലേ, നമ്മുടെ പണ്ടത്തെ കാലാവസ്ഥയാണ് ഇപ്പൊ. ഇല്ലേ, പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നല്ല, ആ കർക്കിടകപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല കാലാവസ്ഥ,
ആ 3 ദിവസത്തെ വലിയ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ശാന്തമായിരിക്കുന്ന കാലാവസ്ഥ, എവിടെ നോക്കിയാലും പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് അതൊക്കെ അങ്ങ് മാറിയിട്ട് ഏത് സമയത്തും ഉരുളുപൊട്ടല്, ഏത് സമയത്തും മഴ, പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ വർഷമാണെങ്കിൽ ആഗസ്റ്റിലാണെന്ന് തോന്നുന്നു ആ ചൂരൽമലയില് ഉരുളുപൊട്ടിയത്, വയനാട്ടിൽ ഉരുളുപൊട്ടിയതൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ്, അസമയത്താണ്. അപ്പം ഈ കാലാവസ്ഥകൾ ഇങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ദൈവം ഭൂമിയെ വിളിക്കുന്നു, അതുകൊണ്ട് എന്താണ് ഭൂമി ദൈവസന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഇരിക്കുന്ന ഒരാള് ഇരിക്കുമ്പം ഒരു ചലനം ഉണ്ടാകുന്നില്ല, നമ്മൾ നടക്കുമ്പം നമുക്കൊരു ചലനം ഉണ്ടാവുകയാണ്, അല്ലെ? എന്ന് പറഞ്ഞതുപോലെ ദൈവം വിളിച്ചാൽ ദൈവസന്നിധിയിലേക്ക് പോകാതിരിക്കാനായിട്ട് ഭൂമിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടെ കിണർ താഴുന്നു, അല്ലെ? നമ്മൾ കാണുന്നില്ലേ? അവിടെ കൂടെ കിണറുകൾ താഴുന്നു, അവിടെ കൂടെ ഒക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം തെളിവ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം വരാറായി. കർത്താവ് മേഘാരൂഢനായിട്ട് വരാറായതുകൊണ്ട്, എന്ത് സംഭവിക്കാനുള്ള സാധ്യതയായതുകൊണ്ട് ഈ ലക്ഷണങ്ങളെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഒരുങ്ങുക എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ സത്യം നമ്മളെ ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം നന്നായിട്ട് ഒരുങ്ങുക. ഇത് ഇവിടെ പറയുകയാണ്. വേറെ വാക്യം ഞാൻ വായിച്ചിരിക്കാം. ലൂക്കായുടെ സുവിശേഷം 21:25. ലൂക്കായുടെ സുവിശേഷം 21:25. അവിടെ എന്താണ് പറയുന്നത്? സൂര്യനിലും ചന്ദ്രനിലും, അല്ലെ? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെ ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾ നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. നാം പ്രതീക്ഷിക്കുന്നൊന്നും അല്ല ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിരിക്കുന്ന സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യം, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. അതുകൊണ്ട് നാം നന്നായി ഒരുങ്ങുക. നാം എന്ത് ചെയ്യുക? നന്നായി വസ്ത്രം ധരിക്കുക എന്നല്ല അതിനകത്ത് അർത്ഥം. നമ്മൾ കണ്ടു. എന്താണ് കണ്ടത്? നന്നായിട്ട് നമ്മളെ തന്നെ സൂക്ഷിക്കുക, വിശുദ്ധീകരിക്കുക ദൈവവചനത്താൽ, അല്ലെ? 1-ാം സങ്കീർത്തനം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അല്ലെ? അവനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 91-ാം സങ്കീർത്തനം എന്ന് പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം നാം എന്ത് ചെയ്യണം? നാം നന്നായി ഒരുങ്ങേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നന്നായി ഒരുങ്ങുക എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്.